നമസ്കാരം. അടൂർ പ്രകാശ് യു ഡി എഫിൻ്റെ കൺവീനറാണ് എന്ന് നമുക്കറിയാം. ഇനിയിപ്പോൾ അടൂർ പ്രകാശിൻ്റെ അടുത്ത ലക്ഷ്യം എങ്ങനെയെങ്കിലും മാണി ഗ്രൂപ്പിനെ, അതായത് ജോസ് കെ മാണിയെ തിരികെ യു ഡി എഫിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ചർച്ചകൾ പലതും നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. ചർച്ചകൾ, ഈ ഡിസ്കഷൻ ഈസ് ഗോയിങ് ഓൺ എന്നാണ് പറയുന്നത്. ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ജോസ് കെ മാണി യു ഡി എഫിൻ്റെ ഭാഗമായി തീരാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് നമുക്കവിടെ വിശ്വസിക്കാം. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം, അല്ലാന്നുണ്ടെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണി എന്ന് പറയുന്നത് മധ്യ കേരളത്തിലെ ഒരു അസറ്റ് തന്നെയാണ്. ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ സീറ്റുകൾ പിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മധ്യ കേരളത്തിൽ ഒരു യു ഡി എഫിന് ഒരു മേൽക്കൈ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ജോസ് കെ മാണി കൂടെ ഉണ്ടാവണം. ഈ ജോസ് കെ മാണിയെ തള്ളിക്കളഞ്ഞത് ആർക്ക് വേണ്ടിയാണെന്ന് നമുക്കറിയാം. പി ജെ ജോസഫിന് വേണ്ടിയിട്ടാണ് ജോസ് കെ മാണിയെ തള്ളിക്കളഞ്ഞത്. എന്നിട്ട് ഈ ജോസ് കെ മാണിയും പി ജെ ജോസഫും തമ്മിൽ, അല്ലെങ്കിൽ മാണിയും പി ജെ ജോസഫും തമ്മിൽ കുറേ കാലം നിയമയുദ്ധമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ പി ജെ ജോസഫിൻ്റെ പാർട്ടി, അതായത് ജോസഫ് ഗ്രൂപ്പ് ഏറെക്കുറെ തകർന്ന് നാമാവിശേഷമാകാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ, അതായത് ജോസഫിൻ്റെ ആ ഒരു പ്രായാധിക്യവും ഒക്കെ കാരണം ജോസഫ് പൊതുവെ ഒരു കളമൊഴിഞ്ഞ മട്ടിൽ നിൽക്കുകയാണ്. അബു ജോൺ ജോസഫിൻ്റെ കയ്യിലേക്കാണ് ഇപ്പോൾ പാർട്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ അദ്ദേഹം ഏറെക്കുറെ കുളമാക്കി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയെങ്കിലും ജോസ് കെ മാണിയെ കൂടെ മുന്നണിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് നേട്ടമുണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഈ യു ഡി എഫിലുള്ള കൂടുതൽ പേരും, അല്ലെങ്കിൽ യു ഡി എഫുകാർ മൊത്തത്തിൽ വിശ്വസിക്കുന്നത്. എന്നാൽ ജോസ് കെ മാണി മുന്നണിയിലേക്ക് എത്തുമ്പോൾ ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്ന പാല തന്നെ അവർ തിരിച്ചു ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം എന്തുകൊണ്ടാണ് പാല യു ഡി എഫ് ജോസ് കെ മാണി തിരിച്ചു ചോദിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാപകനും അതിൻ്റെ ചെയർമാനും ഒക്കെ ആയിരുന്ന വ്യക്തിയാണ് മാണി, കെ എം മാണി എന്ന് പറയുന്ന പാലാക്കാരുടെ മാണി സാറ്. അപ്പോൾ പാല എന്ന് പറയുന്ന മണ്ഡലവുമായി അഭേദ്യമായ വലിയൊരു ഹൃദയബന്ധം മാണിക്ക് ഉണ്ടായിരുന്നു, കെ എം മാണിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിലാണ് മാണിയുടെ വിയോഗശേഷം ജോസ് കെ മാണി അവിടെ മത്സരിക്കുകയും അന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മാണി സി കാപ്പൻ വരികയും ചെയ്തു. അപ്പോൾ ആ സാഹചര്യത്തിൽ ജോസ് കെ മാണിയെ മാണി സി കാപ്പൻ പരാജയപ്പെടുത്തി പാല പിടിച്ചെടുക്കുകയായിരുന്നു. അതായത് ഏറെക്കാലം യു ഡി എഫിൻ്റെ ഒരു വലിയ തേർവാഴ്ച നടന്നുകൊണ്ടിരുന്ന ഒരു മണ്ഡലത്തെ എൽ ഡി എഫിൻ്റെ പാളയത്തിലേക്ക് മാണി സി കാപ്പൻ വഴിയാണ് എത്തിക്കുന്നത്. അങ്ങനെ ഇവിടേക്ക് എത്തിയ ആ മണ്ഡലം പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിൽ, അതായത് ജോസ് കെ മാണി തിരികെ എൽ ഡി എഫിലേക്ക് എത്തിയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും മാണി സി കാപ്പൻ പാലായിൽ മത്സരിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. അപ്പം അങ്ങനെ ഒരു ചെറിയ ആശയക്കുഴപ്പം ഉണ്ടായ സാഹചര്യത്തിലാണ് മാണി സി കാപ്പൻ മുന്നണി വിട്ട് നേരെ യു ഡി എഫിൽ ചേർന്നിട്ട് അവിടെ മത്സരിക്കുകയും അവിടെ പരാജയപ്പെടുത്തുകയും ചെയ്തു, ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തുകയും ചെയ്തത്. എന്നാൽ ഇന്നത്തെ അവസ്ഥ അതല്ല. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാര്യങ്ങൾ ഏറെക്കുറെ സേഫാണ്. ഇനി അടുത്ത ഒരു തവണ അവരാവശ്യപ്പെടുന്ന ഇപ്പോൾ കടുത്തുരുത്തി അതുപോലുള്ള മണ്ഡലങ്ങൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ സുഖമായി ജോസ് കെ മാണിക്ക് അവിടെ നിന്ന് വിജയിക്കാൻ കഴിയും. കാരണം അത് അവരുടെ ഒരു ശക്തി കേന്ദ്രമാണ്. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത മന്ത്രിസഭയിൽ ഒരു മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് ആവശ്യപ്പെടാനും കഴിയും. അതായത് ജോസ് കെ മാണിക്ക് സെപ്പറേറ്റ് ആയിട്ട്. ഇപ്പോൾ നിലവിലൊരു മന്ത്രി അവർക്കുണ്ട്, ജോസ് കെ മാണിക്ക് നിലവിലൊരു മന്ത്രിയുണ്ട്. ഈ കാര്യങ്ങൾ അവർക്ക് ഷുവറായി ഉറപ്പായും ലഭിക്കും എന്നിരിക്കുന്ന സാഹചര്യത്തിൽ എന്തിനാണ് ജോസ് കെ മാണി പിന്നീട് ഇങ്ങോട്ടേക്ക് മറിയേണ്ടത്, അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് വരേണ്ടത്? കാര്യം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ യു ഡി എഫിന് 2026 ഭരണം പിടിക്കുക എന്ന് പറയുന്നത് ഒരു സ്വപ്നതുല്യമായ നേട്ടമായി തന്നെ അവശേഷിക്കുകയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പല കളികൾ ഇതിൻ്റെ ഇടയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, അതിനകത്തുള്ള നേതാക്കന്മാർ തമ്മിലുള്ള ഒരു അസ്വാരസ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. അതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ഏറെക്കാലമായി നിലനിന്ന് പോരുന്ന ഒന്നാണ്. പിന്നെ തന്നെയുമല്ല, ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരാൾ SDP-യുടെ പിന്തുണയോടുകൂടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ന്യൂനപക്ഷങ്ങളെ ഒപ്പം കൂട്ടിക്കൊണ്ട് ഒരു വലിയ ശക്തിയായി മാറാൻ നിൽക്കുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എവിടെയാണ് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ കാണാം. അദ്ദേഹം നിൽക്കുന്ന വടകര MP ആയിട്ട് അദ്ദേഹം നിൽക്കുന്നു. പേരാമ്പ്രയിൽ കഴിഞ്ഞ ദിവസം വലിയൊരു നാടകം ഉണ്ടാക്കുന്നു. പാലക്കാടിൻ്റെ ഒരു വലിയ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. അപ്പം മലബാർ മേഖലയിൽ ഏറെക്കുറെ ശക്തമായ ഒരു സാന്നിധ്യം, അത് ന്യൂനപക്ഷങ്ങളെ പിടിച്ചുകൊണ്ട്, ന്യൂനപക്ഷങ്ങളെ എല്ലാമല്ല, ന്യൂനപക്ഷങ്ങളെ SDPI, വെൽഫെയർ തുടങ്ങിയ പാർട്ടികളെ ഒപ്പം കൂട്ടി നിർത്തിക്കൊണ്ട് അവിടെ ഒരു വലിയ ശക്തിയായി മാറാൻ ഷാഫി പറമ്പിൽ തയ്യാറെടുക്കുന്നു. അപ്പം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ശരിക്കും ഇതിലേക്ക്, ഷാഫി പറമ്പിലേക്ക്, രാഹുൽ മാങ്കൂട്ടത്തിലേക്കും ഒക്കെ ഇങ്ങനെ മൊത്തത്തിൽ ഒന്ന് ചാഞ്ഞു നിൽക്കുന്ന സാഹചര്യം കൂടി. ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും VD സതീശനും അടങ്ങുന്ന മറ്റൊരു പക്ഷം, ഇവരെല്ലാവരും സെപ്പറേറ്റ് ഞങ്ങൾക്കൊരു പക്ഷമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്.
എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറേ അനുയായികളുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു പക്ഷമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഇപ്പുറത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മുച്ചൂടും കോൺഗ്രസിനെ കാർന്നു തിന്നാൻ വേണ്ടി നിൽക്കുന്ന ഷാഫി പറമ്പിലും കൂട്ടരും ഇപ്പുറത്ത് പ്രത്യേകിച്ച് ഒന്നും കാർന്നു തിന്നാൻ ഇല്ലാത്ത കുറച്ച് പേര് ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നു. അപ്പോൾ ഇവരെ തമ്മിൽ ഒന്നിപ്പിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ആരെ ഒപ്പം കൂട്ടാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ UDFിൻ്റെ ചെയർമാൻ കൂടിയായ VD സതീശൻ കരുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗം എന്നുള്ള നിലയിലാണ് ജോസ് കെ മാണിയെ കൂടെ മുന്നണിയിലേക്ക് കൊണ്ടുവന്നാൽ എന്താണ് എന്നുള്ള രീതിയിൽ ഈ നമ്മുടെ അടൂർ പ്രകാശുമായി ചേർന്നിട്ട് ഇങ്ങനെ ചില ചർച്ചകൾക്ക് അവിടെ തുടക്കമിടുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പം ഈ വിജയിക്കാൻ കഴിയൂ എന്നൊരു ധാരണ അവരുടെ ഉള്ളിലുണ്ട്. തന്നെയുമല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോസ് കെ മാണി ഇങ്ങോട്ടേക്ക് വരുമോ എന്നുള്ള കാര്യവും 100% സംശയത്തിൽ നിൽക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ പറയുന്ന UDFിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ അതിലേക്ക് ഇനി അങ്ങോട്ട് വന്ന് കയറുന്നത് കൊണ്ട് ഇപ്പം മുന്നണി ബന്ധം LDFായിട്ട് മുന്നണി ബന്ധം അവസാനിപ്പിച്ച് നേരെ UDFിലേക്ക് വരുന്നു. ഉദ്ദേശിക്കുന്ന സീറ്റുകളിലെല്ലാം ജോസിൻ്റെ പാർട്ടി വിജയം കണ്ടെത്തുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ വന്നിട്ട് നാളെ അവസരം കിട്ടാതെ വരുമ്പോൾ, അതായത് ഒരു മന്ത്രിസ്ഥാനമാണ് ജോസ് കെ മാണി നോക്കുന്നത്, അപ്പം അങ്ങനെ ഒരു അവസരം തനിക്ക് UDFിൽ നിന്ന് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തിരികെ LDFുമായി ഒരു അനുരഞ്ജന ചർച്ചയ്ക്കുള്ള സ്പേസ് ഇല്ലാതെ പോകുന്നു. കാര്യം എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടും ഒപ്പം നിൽക്കാതെ മറ്റൊരു മുന്നണിയിലേക്ക് മറുകണ്ഠം ചാടി അവിടെ മുന്നണി പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തിരിച്ചു മാറി വീണ്ടും LDFിലേക്ക് വരുന്നവരെ ഉൾക്കൊള്ളാനും അല്ലെങ്കിൽ അത്തരത്തിലൊരു ചർച്ചയ്ക്കുള്ള സ്പേസ് ഇല്ലാത്തൊരവസ്ഥ വരുന്നു. അല്ല എന്നുണ്ടെങ്കിൽ LDFിനെ സംബന്ധിച്ചിടത്തോളം സീറ്റ് കേവല ഭൂരിപക്ഷം നിലനിർത്താൻ വേണ്ടി സീറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ കുറച്ച് സീറ്റൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താം എന്നൊരു ധാരണ LDFിനുണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധിയുണ്ട്. പിന്നെ തന്നെയുമല്ല, ഇനിയിപ്പോൾ മത്സരിക്കുകയാണെങ്കിൽ തന്നെ തീർച്ചയായും ഇദ്ദേഹം ചോദിക്കാൻ പോകുന്നത്, ജോസ് കെ മാണി ചോദിക്കാൻ പോകുന്നത് പാലാ സീറ്റ് തന്നെയായിരിക്കും. അപ്പോൾ നിലവിൽ UDFിൻ്റെ പാലാ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഇപ്പോഴും കൊണ്ടു നടക്കുന്നത് മാണി സി കാപ്പനെയാണ്. അങ്ങനെ വന്നാൽ മാണി സി കാപ്പനെ എന്ത് ചെയ്യും? അപ്പോൾ ആ സാഹചര്യം കൂടെ പരിശോധിക്കുമ്പോൾ മാണി സി കാപ്പൻ തീർച്ചയായും UDF വിടും. UDF വിട്ടേ പറ്റൂ. തന്നെയല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാണി സി കാപ്പനും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും മുന്നണി വിട്ടു പോകണം എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാലായിൽ വീണ്ടും മാണി സി കാപ്പൻ മത്സരിക്കും. മാണി സി കാപ്പൻ മത്സരിച്ച് കഴിഞ്ഞാൽ വീണ്ടും ആ സീറ്റ് നഷ്ടമാവുകയും ചെയ്യും. അതായത് ജോസ് കെ മാണി തന്നെയായിരിക്കും പാലായിൽ മത്സരിക്കുന്നത്. ആ ജോസ് കെ മാണിക്കെതിരായി മാണി സി കാപ്പനുടെ മത്സര രംഗത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ തീർച്ചയായും വോട്ടുകളുടെ വലിയൊരു മറിച്ചിലുണ്ടാവും. ആ മറിച്ചിലിലൂടെ സംഭവിക്കാൻ പോകുന്നത് ജോസ് കെ മാണി വീണ്ടും പാലായി പരാജയപ്പെടാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധ്യത ഇതാകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇതായി കഴിയുമ്പോൾ ഇപ്പോൾ LDFിൻ്റെ ഭാഗമായി തന്നെ നിന്ന് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും കടുത്തുരുത്തി പോലെ ഒരു മണ്ഡലം അദ്ദേഹത്തിന് കിട്ടും. മണ്ഡലം അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നും ജോസ് കെ മാണിക്ക് വിജയിക്കാൻ സാധിക്കും. ഇത് 50 UDFിലേക്ക് പോയ 50-50 ചാൻസ് ആവും. ഇപ്പോൾ മുന്നണി വിടാനിരിക്കുന്ന ഇപ്പം നമുക്കറിയാം മാണി സി കാപ്പന് ഇത് ഈ മുന്നണിയിൽ ഇനി അങ്ങോട്ട് തുടരുന്നതിനോട് വലിയ താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ മാണി സി കാപ്പൻ വീണ്ടും LDFിലേക്ക് വരും അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി. അങ്ങനെ വരുമ്പോൾ വീണ്ടും LDFിനൊപ്പം തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടെ വരും. അപ്പോൾ ഇങ്ങനെ നിരവധിയായ സാഹചര്യങ്ങൾ ഒത്തിണങ്ങിയ ഒന്നാണ് ഇപ്പോഴത്തെ ഈ ഒരു മാണിക്ക് വേണ്ടിയുള്ള പിടിവലി. ഇത് തുടക്കം തന്നെ ഇങ്ങനൊരു വിവാദം ഉയർന്നു വന്നപ്പോൾ തന്നെ ജോസ് കെ മാണി തൻ്റെ നിലപാട് വ്യക്തമാക്കിയതാണ്. താൻ ഇടതുമുന്നണിയുടെ ഭാഗമാണെന്നും ആ ഇടതുമുന്നണി വിജയിക്കുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു വലിയ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള കാര്യം അസന്നിഗ്ധമായി ജോസ് കെ മാണി പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും അതായത് എങ്ങനെയെങ്കിലും കുറേയധികം ഗ്രൂപ്പുകളെ അല്ലാന്നുണ്ടെങ്കിൽ കുറേയധികം ഘടകകക്ഷികളെ ഒരുക്കി കൂട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായി UDF ലക്ഷ്യം വയ്ക്കുന്നത്. കാരണം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അയ്യപ്പ സംഗമം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഏറെക്കുറെ ഹിന്ദുക്കളെ ഇങ്ങോട്ടേക്ക് മാറ്റാൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത UDFിൻ്റെ ശ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിന്ദുക്കളെല്ലാവരും കൂടെ പോയി ഇനിയിപ്പോൾ സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും മുന്നണി കുറച്ചുകൂടെ ശക്തമാക്കിക്കൊണ്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. കാരണം അതുകൊണ്ട് ആരെയൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ അവരെ എല്ലാം ഉൾക്കൊള്ളിക്കാനുള്ള തീരുമാനത്തിലാണ് UDF എന്ന് നമുക്ക് കാണാം. അതിൻ്റെ ഭാഗമായി നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ UDF വേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന G സുധാകരൻ എന്ന് പറയുന്ന മുൻ മന്ത്രി, അദ്ദേഹം CPMൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് മന്ത്രിയായി, പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി തുടങ്ങി ഒരുപാട് പദവികൾ വഹിച്ചിരുന്നതാണ് അദ്ദേഹം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? അദ്ദേഹത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് UDF മത്സരിപ്പിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആരെ കണ്ടാൽ ഊരെ പിഴയ്ക്കാമെന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. ഈ പഴഞ്ചൊല്ലിനെ അനർത്ഥമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ G സുധാകരനെ പോലെ ഒരാളെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ അടുത്ത സമയത്ത് നമ്പർ 1
തട്ടിപ്പിൻ്റെ കേന്ദ്രമായി കേരളം മാറുന്നു, സ്വർണ്ണ തട്ടിപ്പിലും നമ്പർ 1 ആണ് കേരളം എന്നുള്ള തരത്തിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു, അല്ലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനം, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കണ്ടിരുന്നു. അപ്പോൾ ഇതിനെ പിൻപറ്റിക്കൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി ജി സുധാകരൻ LDFുമായി അല്ലെങ്കിൽ CPMുമായി അകന്നു കഴിയുന്നു എന്നുള്ളത് കൊണ്ടും അദ്ദേഹത്തിന് CPMനോട് എന്തൊക്കെയോ ചില അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടും അദ്ദേഹം നിലവിൽ പാർട്ടി മെമ്പർ തന്നെയാണ്. അപ്പം അങ്ങനെ വരുന്ന ആ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് അതിനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക. അതായത് വെച്ച് കഴിഞ്ഞാൽ ജി സുധാകരനെ ഒപ്പം നിൽക്കുന്ന കുറച്ച് അണികളുണ്ട്. ഇപ്പോഴും ജി സുധാകരൻ എന്ന് വെച്ചാൽ ജി സുധാകരൻ ഒരു തീർത്തും പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഒരു പാർലമെന്റേറിയൻ ആയിരുന്നു, മികച്ച ഒരു മന്ത്രി തന്നെയായിരുന്നു അദ്ദേഹം, ഏറ്റവും മികച്ച ഒരു വാഗ്മിയാണ് അദ്ദേഹം, അതോടൊപ്പം തന്നെ കറതീർന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു അദ്ദേഹം. ആ മനുഷ്യനെയാണ് ഇപ്പോൾ നമുക്കറിയാം KC വേണുഗോപാൽ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സന്ദർശനത്തിനെത്തിയിരുന്നു. ഇത് നമുക്കറിയാം. അന്ന് പറഞ്ഞത് വയ്യാതിരുന്നുകൊണ്ട് അദ്ദേഹത്തെ കാണാനായിട്ട് വന്നു എന്നാണ് KCയും പറഞ്ഞിരുന്നത്, അതോടെ ജി സുധാകരനും പറഞ്ഞിരുന്നത്. നിങ്ങൾ മാധ്യമങ്ങളാണ് ഇതിനെല്ലാം അല്ലാത്ത വിവാദമാക്കി മാറ്റുന്നത് എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം പറഞ്ഞു പോവുകയും ചെയ്തു. എന്നാൽ അവിടെ മുതൽ തന്നെ ഇങ്ങനെ ഒരു ചെറിയ നീക്കുപോക്കുകൾ എവിടെയൊക്കെയോ നടന്നിട്ടുണ്ട്, പ്രാഥമിക ചർച്ചകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാവുകയാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോൾ ജി സുധാകരനെ അങ്ങോട്ട് എടുക്കുന്നതുകൊണ്ട് ജി സുധാകരനോട് അടുപ്പം കാണിച്ച് കിടക്കുന്ന പാർട്ടിക്കാരെല്ലാം കൂടെ ഒരു വലിയ വോട്ടിൻ്റെ ഒരു വലിയ കൺസോളിഡേഷൻ അവിടെ സംഭവിക്കും എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതൊക്കെ UDFന് വെറുതെയാണ്. അങ്ങനെ ജി സുധാകരൻ എന്ന് പറയുന്ന ഒരാളെ കേന്ദ്രീകരിച്ചുകൊണ്ടല്ല ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ നിലനിൽക്കുന്നത്. അത് CPMൻ്റെ അടിയുറച്ച വോട്ടുകൾ എപ്പോഴും CPMലേക്ക് തന്നെ വന്നു ചേരും, അല്ല അത് ജി സുധാകരനിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന ഒരു സാധ്യതയുമില്ല. അത് കണ്ട് തെറ്റിദ്ധരിച്ചിട്ടാണെങ്കിൽ നിങ്ങളെ ഈ പറയുന്ന കുറേയധികം കോൺഗ്രസ് വോട്ടുകൾ, UDFൻ്റെ വോട്ടുകൾ കൃത്യമായി ജി സുധാകരനിലേക്ക് ക്രോഡീകരിക്കാൻ കഴിയും എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ പ്രാധാന്യമുള്ള ഒന്നായി ജി സുധാകരൻ്റെ സ്ഥാനാർത്ഥി നിർണയം നമുക്ക് കാണാൻ കഴിയില്ല എന്ന് പറയുന്ന പോലൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ അതാണ് പറഞ്ഞത്, ആരെ വേണമെങ്കിലും തങ്ങൾക്കൊപ്പം കൂട്ടിച്ചേർക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് ഇപ്പോൾ UDF നിൽക്കുന്നത്. അതിനുവേണ്ടി ജോസ് കെ മാണിയുടെ കാല് മുതൽ അങ്ങ് മുടി വരെ തടവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്.